ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഞാൻ പലപ്പോഴും ക്ലിനിക്കിലും ഹോസ്പിറ്റലൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർ പനിയായിട്ട് വരാറുണ്ട്. ടെമ്പറേച്ചർ ഒരു 99, 98 അബവ് 100, ചിലർക്ക് 100 ഡിഗ്രി ഫാരൻഹീറ്റ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നോർമൽ ടെമ്പറേച്ചർ, അത് ഹ്യൂമൻ ബോഡിയുടെ. അതിൽ നിന്ന് കൂടിയാൽ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് ഫീവർ. ഇത് എങ്ങനെയാ സംഭവിക്കുന്ന ഹ്യൂമൻ ബോഡിയിൽ ഞാൻ പറയാം. എല്ലാവർക്കും എപ്പോഴും നമുക്ക് ഒരു ചെറിയ മൈൽഡ് ഫീവറിനോ പാരസെറ്റമോൾ കഴിക്കണം എന്നില്ല. ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് സ്വന്തമായിട്ട് ആ ഇമ്മ്യൂണിറ്റി ഫൈറ്റ് ഓഫ് ചെയ്യാം. ഈ ഫീവർ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അത് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആവാം, എന്ത് ഇൻഫെക്ഷനും ഉണ്ടെങ്കിൽ, ചിലപ്പം മുറിവ് കൊണ്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ ചുമ, ലങ്ങിൽ ഇൻഫെക്ഷൻ കയറിയിട്ടുണ്ടാകും, ത്രോട്ട് ഇൻഫെക്ഷൻ ആകാം. ഇതിലൊക്കെ ചിലവർക്ക് ഫീവർ വരാം. വൈറൽ ഫീവറിലാണ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്. അത് പ്രത്യേകിച്ച് ഈ സമയത്ത് മഴക്കാലമാണ്. ഡെങ്കി കുറെ ഇപ്പൊ കേസുകൾ വരുന്നുണ്ട്. ഈ അടുത്ത് തന്നെ ഞാനൊരു 5 ഡെങ്കി പോസിറ്റീവ് കേസസ് കണ്ടിരുന്നു. നമ്മുടെ ഫീവർ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന്റെ ഒരു പാർട്ടാണ് ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് ആണ് ഈ ഫീവറിന്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ കയറിയാൽ നമ്മുടെ ബോഡിയിൽ ഈ ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ഈ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത്. സെവറൽ കെമിക്കൽ റിലീസ് ആവും. അത് സൈറ്റോകൈൻസ് എന്ന് പറയും, അതിന് ഇന്റർലൂക്കിൻ 6 എന്ന് പറയും, പിന്നെ TNF, ആൽഫ, ഈ പറഞ്ഞ എല്ലാം കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ റിലീസ് ആവും. ഇതിന്റെ മെയിൻ കെമിക്കൽ എന്ന് പറയുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻ ആണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ ആണ് ഈ പറയുന്ന ഹൈപ്പോതലാമസിൽ പോയിട്ട് ഈ ടെമ്പറേച്ചറിനെ റീസെറ്റ് ചെയ്യുന്നത്. എല്ലാവരും വിചാരിക്കും ഫീവർ, അയ്യോ ഫീവർ, പനി പിടിച്ചു. ഫീവർ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫീവർ നല്ലതാണ് ബോഡിക്ക്. ഈ ഫീവർ വിൽ ഹെൽപ്പ് ടു ഫൈറ്റ് ദി ഇൻഫെക്ഷൻ ഇൻ ആർ ബോഡി. ഒരു വെള്ളം ബോയിൽ ചെയ്യാൻ വെക്കുന്നു, അല്ലെങ്കിൽ കറി ഉണ്ടാക്കുന്നു, നമ്മളെപ്പോഴും കുക്ക് ചെയ്യുന്നു. എന്തിനുകൊണ്ട് കുക്ക് ചെയ്യുന്നത്? സോ ദാറ്റ് ഓൾ ദ ജേംസ് ഉള്ളതെല്ലാം വിൽ ഡൈ, സോ ദാറ്റ് വിൽ ഈറ്റ് സേഫ്, വിൽ ഡ്രിങ്ക് സേഫ് വാട്ടർ. അതേപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയുടെ മെക്കാനിസം. നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും ഓർഗാനിസമോ ബോഡിയിലുണ്ടെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടും ടു ഫിനിഷ് ഓഫ് ദി ഓർഗാനിസം. അത് യങ് ഹെൽത്തി ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഈ ഇമ്മ്യൂണിറ്റി തന്നെ നമ്മുടെ ഫീവറിനെ, ഈ ഓർഗാനിസത്തിനെ കിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് ഈ ടെമ്പറേച്ചർ ആണ് ഈ ഹെൽപ്പ് ചെയ്യുന്നത്, ഈ ഫീവർ. അപ്പൊ പലരും വിചാരിക്കും ഫീവർ ഒരു ബാഡ് തിങ് ആണ്. അല്ല, ഫീവർ ഇസ് ഗുഡ്. ഫീവർ ഇസ് ബേസിക്കലി ഹെൽപ്പിംഗ് അവർ ഇമ്മ്യൂണിറ്റി ടു ഫൈറ്റ് ദി ഓർഗാനിസം ഇൻ ആർ ബോഡി. അപ്പൊ ഈ ബ്രെയിൻ ആണ് ബേസിക്കലി 37 ഡിഗ്രി ടു 39 ഡിഗ്രിയിൽ ബ്രെയിൻ റീസെറ്റ് ആവും. അപ്പൊ എന്ത് പറ്റുക ചെയ്യുന്നത്? 2 ഡിഗ്രി ഇപ്പോഴും നമ്മുടെ ബോഡി കുറവാണ്, ഷിവർ ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ബ്ലാങ്കറ്റ് വേണം. അങ്ങനെ കുറെ കഴിഞ്ഞ് നമ്മുടെ ബോഡി അതേ ലെവലിലോട്ട്, അതായത് ഈ ഹൈപ്പോതലാമസ് സെറ്റ് ചെയ്ത 39 ഡിഗ്രി സെൽഷ്യസിലോട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചറും പതുക്കെ 39 ആവും. ബോഡി ടെമ്പറേച്ചർ അപ്പൊ 39 ഡിഗ്രി സെൽഷ്യസിലോട്ടായി. പിന്നെ നമ്മുടെ ബോഡി ചൂട് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഈ ഫീവർ ഡെവലപ്പ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പം ടെമ്പറേച്ചർ നോക്കുന്നു, നല്ല ഫീവറാ, ഒന്നും ഭയങ്കര ടയേർഡ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ഈ പാരസെറ്റമോളിന്റെ റോള് വരുന്നത് ടെമ്പറേച്ചറിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആദ്യം പറഞ്ഞ പ്രോസ്റ്റാഗ്ലാൻഡിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതായത് ഈ പ്രോസ്റ്റാഗ്ലാൻഡിനെ കുറയ്ക്കും ബോഡിയിൽ, ഹൈപ്പോതലാമസിൽ. അപ്പം ഹൈപ്പോതലാമസിൽ ഇൻഹിബിറ്റ് ചെയ്യുമ്പം എന്താ പറ്റുന്നത്? അവരെ നേരത്തെ നമ്മൾ സെറ്റ് 39 ഡിഗ്രി സെൽഷ്യസ് 37 ഡിഗ്രി സെൽഷ്യസ് നോർമലിലോട്ടായി മാറും. പക്ഷെ നമ്മുടെ ബോഡി അപ്പോഴും നല്ല ചൂടിലായിരിക്കും. അപ്പൊ ബോഡിയും നോർമലി എന്ത് ചെയ്യും? നോർമലി നമ്മൾ ചൂട് കളയാൻ വേണ്ടി വേർക്കും. കുറെ സ്വെറ്റ് ഔട്ട് ആയി കഴിയുമ്പോൾ പതുക്കെ നമ്മുടെ ടെമ്പറേച്ചറും ആ നോർമൽ റീസെറ്റ് വാല്യൂയിലോട്ട് 37 ഡിഗ്രി സെൽഷ്യസിലോട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പാരസെറ്റമോൾ നമ്മൾ ഈ ടെമ്പററി ഫീവർ കുറയ്ക്കുന്നു. ഇപ്പൊ ഇൻഫെക്ഷൻ ഒരിക്കലും ക്ലിയർ ഈ ഇൻഫെക്ഷൻ ക്ലിയർ ആവുമ്പോൾ നമുക്ക് ഫീവർ ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. ഒരു ടെമ്പററി മാനേജ്മെന്റ് ആണ് പാരസെറ്റമോൾ. അപ്പൊ ആ ഒരു നേരത്തേക്ക് നമ്മുടെ ടെമ്പറേച്ചർ ഒന്ന് കുറയും. പക്ഷെ ആൾക്കാർ പിന്നെയും വരാറുണ്ട്, പിന്നെയും കുറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ മെയിൻ എയിം എന്താണ്? ഇൻഫെക്ഷൻ ക്ലിയർ ചെയ്യേണ്ടതാണ്. അതിനാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്, യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നത്. എന്ത് ഇൻഫെക്ഷൻ ആണ്, എന്ത് കാരണത്താലാണ് ഈ പനി വരുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത്. സോ
സമ്മറൈസിങ്, രണ്ട് തരാണ് ഹീറ്റ് കൺസർവിങ് മെക്കാനിസമും ഹീറ്റ് ലൂസിങ് മെക്കാനിസം. ഹീറ്റ് കൺസർവിങ് മെക്കാനിസത്തിൽ നമുക്ക് ചിൻസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും, തണുക്കും, ഷിവറിയും, പിന്നെ ബ്ലാങ്കറ്റ് ഒക്കെ നമ്മൾ പുതയ്ക്കും. അതിനുശേഷം ഹീറ്റ് ലൂസിങ്, ഒരു പ്രാവശ്യം നമ്മൾ വേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കൂൾ ഡൗൺ ആവും. ഇതാണ് ഇത് നോർമലി നടക്കുന്നത്. ബ്രെയിൻ സെൻഡ് ചെയ്യുന്ന സിഗ്നൽസും അത് നമ്മൾ പാരസെറ്റമോൾ ഒരു പരിധി വരെ അത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ. നമുക്കത് ഹെൽപ്പ്, പാരസെറ്റമോൾ കഴിക്കാൻ തീരെ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ മെറ്റാബോളിസം ഒക്കെ കുറയും, നമ്മുടെ എനർജി, നമ്മൾ ഫറ്റീഗ്, കുറെ ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് പാരസെറ്റമോൾ നമുക്ക് എടുക്കാം. പക്ഷെ ദ മെയിൻ കോസ് നമ്മളെപ്പോഴും ഇൻഫെക്ഷൻ ആദ്യം ട്രീറ്റ് ചെയ്യണം. ഇനി അവിടെ അപ്പൊ ഗൈസ്, ഫീവർ നല്ലതാണ്. ഫീവർ പന്നതാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഫീവർ ഈസ് അവർ നോർമൽ ബോഡീസ് മെക്കാനിസം ടു ഫൈറ്റ് ഓഫ് ദി ഇൻഫെക്ഷൻ. നിങ്ങളൊന്നും സെൽഫ് ഡയഗ്നോസ് ചെയ്യാൻ നിൽക്കരുത്. എന്ത് ഇൻഫെക്ഷൻ ആണെന്ന് നമുക്കറിയില്ല. ആദ്യം വന്ന് കാണിക്കാം, അടുത്തുള്ള ഡോക്ടേഴ്സിനെ പോയി കാണിക്കാം, ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യാം. ഒരിക്കലും സ്വന്തമായിട്ട് പാരസെറ്റമോൾ കഴിച്ച് നിങ്ങളുടെ ഇൻഫെക്ഷൻ ക്ലിയർ ആവുമെന്ന് വിചാരിക്കരുത്. ടെമ്പററി ഫീവർ കുറയ്ക്കാൻ മാത്രമാണ് പാരസെറ്റമോൾ. അത് ഇഞ്ചെക്ഷൻസ് ആയാലും നമ്മുടെ ടാബ്ലറ്റ്സ് ആയാലും. അപ്പൊ അടുത്ത എപ്പിസോഡിലേക്ക് വീണ്ടും കാണാം. ബൈ ബൈ ഗൈസ്.